ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു 1.5 മീറ്റർ 2x20 തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുണി ദേ ഇതുപോലെ രണ്ടാക്കി ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. അപ്പോൾ ആദ്യം ബാക്കാണ് അളവെടുക്കുന്നത്. ബാക്ക് ലെങ്ത്ത് എനിക്കിവിടെ ഒരു 17.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 18 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്കിൽ പീസ് വെച്ചിട്ടാണ് മടക്കി അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു 1/4 ഇഞ്ചും തയ്യൽ തുമ്പും പിന്നെ ഷോൾഡറിൻ്റെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും അതിനാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ 18 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് ബാക്ക് വേസ്റ്റ് അതായത് ചെസ്റ്റ് ഭാഗം അളവെടുക്കുകയാണ്. ടാപ്പും തുണിയും ഒരേപോലെ വെച്ചിട്ട് വേണം, ഒരേ അളവിൽ വേണം വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ 23 ഇഞ്ചാണ് വരുന്നത്. അതിനെ ഞാൻ 2 ഭാഗമാക്കുമ്പോൾ 11.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 11.5 എടുക്കുന്നില്ല, എനിക്ക് 11 മതി. ടോട്ടലി നമ്മുടെ ബ്ലൗസിൽ ഒരു 2 ഇഞ്ച് ലൂസ് കുറയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഒരു 11 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇതെങ്ങനെയാണ് നെക്ക് വൈഡും ഞാൻ ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഫ്രണ്ട് ഒരു 6 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ബാക്ക് ഒരു 3 ഇഞ്ചും വരുന്നുണ്ട്. പിന്നെ വൈഡ് അതുപോലെ ഒരു 5.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2.25 ഇഞ്ചേ വെക്കുന്നുള്ളൂ. ഇതൊരു റൗണ്ട്, നമുക്ക് വൈഡ് കൂടുതൽ വേണ്ട. പിന്നെ നമ്മൾ ഷോൾഡർ ഇതുപോലെയാണ് അളവെടുക്കുന്നത്. എനിക്കിതിൽ ഷോൾഡർ ഒരു 3.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പും പോവും. പിന്നെ നമ്മൾ ഇതുപോലെ ലെങ്ത്ത് എടുത്തു. ഇനി നെക്കാണ് എടുക്കുന്നത്. നെക്ക് 2.25. ഇനി ഇങ്ങനെയാണ് എടുക്കുന്നത്. നെക്ക് 2.25. പിന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് ഷോൾഡറും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ഇറക്കം ഒരു 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് താഴെ അതുപോലെ ഒരു 2.25 ഇഞ്ചാണ് വൈഡ് വെക്കുന്നത് നെക്കിൻ്റെ. പിന്നെ നമുക്കിത് ഇതുപോലെ ഒരു സ്ക്വയർ വരച്ച് ചെറിയൊരു റൗണ്ട് വരച്ച് കൊടുക്കാം. പിന്നെ ആം ഹോൾ ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് എടുത്ത് ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്കൊന്ന് ചെസ്റ്റ് അതുപോലെ 11 ഇഞ്ച് പിന്നെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും വെക്കുന്നുണ്ട്. അങ്ങനെ 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ 11 ഇഞ്ച് അളവ് വെച്ചിട്ടേ ഞാൻ വരച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഇവിടുന്ന് കൈക്കുഴിൻ്റെ ഭാഗം ഒരു 1.5 ഇഞ്ച് എടുത്തു. പിന്നെ അവിടെ മേലോട്ട് ഒരു 3 ഇഞ്ച്, പിന്നെ ഇവിടേക്കും ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതേപോലെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ലോങ് ബ്ലൗസാണ്. പിന്നെ നമ്മൾ ബാക്ക് റൗണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ബാക്ക് പീസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഫ്രണ്ട് പീസാണ്. ഇവിടെ നമ്മളൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് തയ്ക്കുമ്പോൾ അളവറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ടക്ക് വരെ നമ്മൾ കപ്പിൻ്റെ ഭാഗം ഇതെങ്ങനെയാണ് അളവെടുക്കുന്നത്, ബാൻഡ് വരെ ഇതുപോലെ അളവെടുക്കുക. അപ്പോൾ എനിക്കിവിടെ വരുന്നത് ഒരു 15 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 15 ഇഞ്ച് നമ്മളിത് ഫ്രണ്ട് പീസിൽ, ഇതാണ് ഫ്രണ്ട് പീസ്. അപ്പോൾ നമ്മളതുപോലെ 15 ഇഞ്ച് ബാൻഡ് വരയ്ക്കുള്ളത് അളവെടുക്കാം.
എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മുടെ ആം ഹോളും വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗവും നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടക്കിൻ്റെ ഭാഗം ഇത് ഇങ്ങനെയാണ് ഞാൻ അളവെടുക്കുന്നത്. ടക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇത് ഇതുപോലെ വെച്ചിട്ട് എനിക്കൊരു 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാനൊരു തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഒരു 4.25 ഇഞ്ചാണ് വെക്കുന്നത്. നമ്മുടെ ഹുക്ക് പട്ടി വെക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ഞാനൊരു 4.25 ഇഞ്ചാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സൈഡിലൊരു 1.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ടക്കിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. ഞാൻ ബ്ലൗസ് വെച്ചിട്ട് തന്നെ എല്ലാം എടുക്കുകയാണ്. അപ്പോൾ ടക്കിൻ്റെ ലെങ്ത്ത് ഒരു 4.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ടക്കിൻ്റെ വരച്ചു കൊടുക്കുക. അതൊരു 3/4 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അത് ഓരോ കപ്പിൻ്റെ അളവനുസരിച്ച് നമ്മൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബാൻഡ്. ഇത് ഫ്രണ്ട് ടക്കാണ്. അത് ഞാൻ ഈ ബാൻഡിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ബാൻഡിൻ്റെ അവിടുന്ന് മേലോട്ടാണ് വെക്കുന്നത്. പിന്നെ 2 ഇഞ്ച് ഫ്രണ്ട് ചെറിയ ടക്ക് 2 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മളിതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് ഒരു 4 ഇഞ്ചാണ്. പിന്നെ ലെങ്ത്ത് വരുന്നത് ഒരു 5 ഇഞ്ചും ഇവിടെ ഒരു 4 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ലെങ്ത്ത് ഒരു 5 ഇഞ്ച് ടക്ക് പോയിൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ഇത് നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ എല്ലാ ടക്ക് പോയിൻറ്റിൻ്റെ അവിടെയും നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ചെസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടക്ക് പോയിൻറ്റുകൾ ഫ്രണ്ടിൻ്റെ 2 വശത്തേക്കും കറക്റ്റായിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്ത് നമുക്ക് ടക്ക് പോയിൻ്റ് അളവ് കറക്റ്റാക്കാം. നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് മോളാണ്, അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ബാൻഡിൻ്റെ ലെങ്ത്താണ്. ആ ലെങ്ത്ത് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 3.5 വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് 1/2 ഇഞ്ച് കൂട്ടി 4 ഇഞ്ചാണ് എടുക്കുന്നത്. 2 വശത്തും നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. പിന്നെ സെൻറ്ററിൽ വന്നിട്ടൊരു 4 ഇഞ്ചാണ് എടുക്കുന്നത്. സൈഡിൽ വന്നിട്ടൊരു 4.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ബാൻഡ് ഞാനിവിടെ അളവെടുക്കുന്നത്. പലവരും പല രീതിക്കായിരിക്കും. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ബാൻഡിൻ്റെ വേസ്റ്റ് ഇതുപോലെയാണ് അളവെടുക്കുന്നത്. ഇതിൽ എത്രയാണോ വരുന്നത് അപ്പോൾ അത് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് വരച്ച് ഷേപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം.
ബാൻഡും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്ലീവാണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകണം. സ്ലീവ് കുറച്ച് ഇറക്കം കൂടുതലുള്ള സ്ലീവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്ലീവിൻ്റെ അളവ് തന്നെ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു 2 ഇഞ്ച് പീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ പീസ് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ ബട്ടൺ വരുന്നുണ്ട്, ഓപ്പണിൻ്റെ ഭാഗത്ത് ബട്ടൺ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബ്ലൗസിലെ സ്ലീവ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചു വരച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടേക്ക് കുറച്ച് തുമ്പ് കുറവാണ്, തയ്യൽ തുമ്പ്. അത് ഞാൻ വേറെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജോയിൻ്റ് ചെയ്യും. ഇതിവിടെ കുറവുള്ള ഭാഗത്ത് ഒരു 2 ഇഞ്ച് പീസ് വെച്ച് ഞാൻ ജോയിൻ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാനുള്ള സമയമില്ല കസ്റ്റമർക്ക്, ഇത് അത്യാവശ്യമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലൈനിങ് ബ്ലൗസുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.